എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പുതിയ ഒരാളുണ്ട്, സിൽവി. ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ചക്കപ്പുഴുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ചക്ക അരിഞ്ഞ് ഉണക്കി അപ്പം വേവിച്ചുകൊണ്ട് ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ മുളകും ഉണ്ട് അല്ലേ. ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ, നോക്കിയിട്ട് പിന്നെ ബാക്കി പറയാം. അതെ, പിന്നെ ചിക്കൻ കറി അതാണ് ചുമ്മാ പറഞ്ഞാണ്. നീതുവാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ചിക്കൻ കറിയുടെ സ്പെഷ്യലൈസ് ആണ്. ഇന്നലെ നിന്നോട് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നില്ല. മഞ്ജു അത് കുഴപ്പമില്ല, പേര് മാറി. അനു കുറച്ച് കഴിയുമ്പോഴേ വരത്തുള്ളൂ. അനു മതിയോ? അപ്പൊ ഇടും അത്രയും പിന്നെ എടുത്ത് വെക്കേ. ഇത് തന്നെ വെച്ചാ പോരെ? ചപ്പാത്തി കഴിക്കാം അങ്ങോട്ടല്ലേ? ഇല്ല, മുളകാണ് മെയിൻ. എനിക്ക് വേണ്ട മുളക് എന്നാ ശരി. എടുത്തോ, എടുക്കണോട്ട്. ചിക്കൻ കറിയും ചപ്പാത്തി. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചക്കയാണെങ്കിലും സൂപ്പർ. കാരണം എത്ര വർഷങ്ങളായി ചക്കയൊക്കെ കഴിച്ചിട്ടെന്നറിയാമോ? എങ്ങനെ കൊണ്ടുവന്നപ്പോ ഞങ്ങക്ക് എല്ലാവർക്കും തന്ന ചക്കപ്പുഴുക്കും മുളകും കൂടെ. ചക്കപ്പുഴുക്ക് മുളക് ഉണ്ടോ? എന്നെ ആദ്യം ഇല്ലായിരുന്നു, വെള്ളച്ചൊക്കെ അടിച്ചുകൂടെ ഇട്ടതാ. എനിക്ക് പക്ഷെ കറക്റ്റാ. എനിക്ക് ഓൾറെഡി ബിപി ലോ. ചക്കപ്പുഴുക്ക് കഴിച്ചു. അടുത്തത് ഇനി കപ്പപ്പുഴുക്കുമായിട്ടുള്ള വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ കപ്പ കഴിക്കാം. കപ്പ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അന്നേരം മീൻ അല്ലേ, മീൻകറി. മീൻകറിയാണ് നല്ലത്. മീൻകറി ഉണ്ടല്ലോ, തേങ്ങ അരച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. തേങ്ങ നമ്മുടെ ഇവിടെ തേങ്ങാപ്പാലല്ലേ, അതൊഴിച്ചാൽ മതിയോ? തേങ്ങ മീൻ മുളകിടുന്നതിന് നല്ലത്. ഇച്ചിരി പുളിയൊക്കെ ഇട്ടിട്ടും തേങ്ങ അരച്ച് മഞ്ഞക്കറി നല്ലതല്ലേടാ. എങ്ങനെ? ഇച്ചിരി മുളക് പൊടി ഇട്ട്, ശകലം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ തേങ്ങയും കൂടെ അരച്ച്, ഒത്തിരി മല്ലിപ്പൊടി ഇടണ്ട, ഉള്ളി അങ്ങനത്തെ പച്ചത്തേങ്ങ അരച്ച് പാലൊഴിച്ചാൽ മതി. നമുക്കിവിടെ ഇതല്ലേ ഉള്ളൂ. പക്ഷെ തേങ്ങ നമ്മുടെ ഇവിടെ സൂപ്പറിൽ ഇട്ടുണ്ട് ചേച്ചി. പക്ഷെ നമുക്ക് ഇതില്ലല്ലോ, മിക്സിയുടെ അല്ല ഇത്. ഇങ്ങനെ ഒന്നും വേണ്ട, വെറുതെ തേങ്ങ കൊത്തിയെടുത്തിട്ട് അരിഞ്ഞം കിട്ടാൻ മതി. ഞാൻ എന്തായാലും ആ തേങ്ങ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണ. ഇല്ലെങ്കിൽ മറ്റേ പാല് തന്നെ ഒഴിക്കാം. എന്തായാലും അടുത്ത ശനിയാഴ്ച മഞ്ജു ചേച്ചി ഇല്ല, മീൻകറിയും കൂടെ ഞങ്ങൾ ഇങ്ങനെ കഴിക്കുന്നു. ചതിക്കല്ലേ? ഇച്ചിരി മതി എന്നാലും. പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് നല്ലല്ലോ. പുളി പിഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തത്. എന്നാലും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരെ ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി എന്നോട് കൊള്ളില്ലെങ്കിൽ പോലും പറയാം, അതൊക്കെ കൊണ്ടുവരാൻ പറയും. അതങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണ്. മറ്റുള്ളവർ തരുന്നതിന് ഒരു ടേസ്റ്റ് ആണ്. അത് നമ്മളിങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എത്ര കാലം ഇങ്ങനെ. ഐസ്ക്രീം, വാനില ഐസ്ക്രീം. ഓക്കെ, ഇതുണ്ടോ? ക്യാമറയിൽ കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ മൾബറിക്ക മഞ്ജു ചേച്ചി കൊണ്ടുവന്ന വഴിയിൽ നിന്ന് എനിക്ക് തരാൻ പറ്റിയത് അതേ ഉള്ളു.
അതിന്റെ തരം മൾബറിക്ക് ഇട്ട് കഴിച്ചോളൂ. അല്ലേ? അതെ, സ്ട്രോബെറി പോലെ. സ്ട്രോബെറി പോലെ അതിന്റെ ഒരു ഇതായിരിക്കും. ബെറി അല്ലേ? ബെറീസ് അല്ലേ? നല്ല ദൂരം എത്തണം അവിടെ അല്ലേ? ചേച്ചി നമുക്ക് ഞാനൊരിടത്ത് മൾബറി കണ്ടിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ പോണം മൾബറിക്ക പറിക്കാനായിട്ട്. എന്റെ അമ്മ നമ്മളിപ്പോ പറിച്ചു കൊടുത്ത എന്നതാ, പക്ഷെ പറിക്കാൻ പാടാ. ഇതെവിടെയാ? ഇത് മതി മതി എനിക്ക്. മതി മതി മതി. ഇതെവിടെയാ? ഇത് പറഞ്ഞോട്ടെ എവിടെയാ? ഇത് അത് ഇവിടുന്ന് അങ്ങോട്ടാ പോണ്ടത്. ഈ ഐസ്ക്രീം നാട്ടില് ചിലരുടെ വീഡിയോക്കകത്ത് കാണാം സ്ട്രോബെറി വെച്ചിട്ട് മൾബറി. ഞങ്ങള് മൾബറി വെച്ചിട്ട് തിന്നണേ. എല്ലാം ഒരു ബെറി അല്ലേ? അതെ, മൾബറി, സ്ട്രോബെറി. ഒരു രസമല്ലേ? ഇനി ഇവിടുന്ന് പോയി കഴിയുമ്പോ നീ ഇതൊന്ന് വിഷമാവും. ബ്ലൂബെറി. ബ്ലൂബെറി അടുത്ത ആള് വരും. ഇനി അവള് കൊറേ നേരം ഇരിക്കുമായിരിക്കും അല്ലേ? വന്നു കഴിഞ്ഞാ 1 മണിക്കൂർ. അപ്പൊ ഇന്നത്തെ ഈ ദിവസം മനോഹരമാക്കി തന്നതിന് മഞ്ജു ചേച്ചിക്കും സിൽവിക്കും ഒത്തിരി നന്ദി. അപ്പം സിൽവി ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചല്ലേ ചേച്ചി? അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കപ്പ വേവിച്ചതും ചപ്പാത്തിയും അതെ, ബിരിയാണിയും ഒക്കെ ആയിട്ട് എല്ലാ സാറ്റർഡേയിലും കാണാം. അതെ. അപ്പൊ പോവാ അല്ലേ? പോണോ? പോവാണേ, പോവാ. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ ഹലോ, അനു ഇപ്പഴാ വന്നത്. ഇപ്പൊ സമയം എത്ര? 5:30, 6 അപ്പൊ 6 മണിയായി അവള് വന്നപ്പോഴത്തേക്കും. പിന്നെ അവൾ ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പിന്നെ മഞ്ജു ചേച്ചിയൊക്കെ അന്നേരം വന്ന് പോയതുകൊണ്ട് ഞങ്ങൾ പതിവ് കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ കൊണ്ടു കൊടുത്തിച്ച് വരാം. ഞാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.